ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് തീർച്ചയായും നമ്മുടെ മച്ചന്മാരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ വലിയ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണം, പിന്നെ നമ്മുടെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ആ ടൈമിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഈവനിങ് 7 മണിക്കാണ്. അപ്പോൾ ആ ടൈമിൽ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കണം ഓളെന്നും നമ്മുടെ തന്നെ ഊതല്ലേ. നമ്മൾ പറഞ്ഞല്ലോ, വീഡിയോയിൽ പറഞ്ഞല്ലോ, ചെറുതായിട്ട് ഗപ്പീൻ്റെ ചെറുതായിട്ട് തുടക്കം കുറിക്കുകയാണ്. ഗപ്പീൻ്റെ ഒരു ഫാം രീതിയിൽ നമ്മളൊരു 8-9 ബേസൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നല്ല ഹൈബ്രിഡ് ഗപ്പീസിനൊക്കെ വളർത്തി സെറ്റാക്കുക. നമ്മളെ മൊയിനേനെ എന്നല്ല, നമ്മളൊരു കൂട്ടുകാരൻ്റെ അനിയൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ മൊയിന ഇതിലുണ്ട്. മൊയിനേനെ അപ്പോൾ ഇന്നൊരു ബേസൺ 2 ഉണ്ട് റൂമിൽ. അപ്പോൾ ബേസണിലേക്ക് ഒന്നിൽ മൊയിനേനാക്കണം. പിന്നെ ഈസ്റ്റ് ദീപൻ്റെ അടുത്ത് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലും കുറച്ച് മീനുകളുണ്ട്, ആ വഴിയെ പറഞ്ഞുതരാം. തുണികളിട്ടിട്ടേ ഭയങ്കര ഇടങ്ങേറ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമ്മളെ ഇതൊക്കെ അടച്ചിക്കുക. ഓവർ വെയിലാണ്. അപ്പോൾ വെയിലടിക്കേണ്ട വെച്ചിട്ട് ഞാൻ അടച്ച് ചെയ്യണം. അതിൽ നമ്മൾ ബ്ലാക്ക് മോളി ഉണ്ട്, ഇതിൽ മിക്സഡ് കപ്പി ഉണ്ട്, അതിൽ വൈറ്റ് മോളി ഉണ്ട്. മിക്സഡ് കപ്പീൻ്റെ കൂടെ 3 വൈറ്റ് മോളീനെ ഇട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ ബ്ലാക്ക് മോളീൻ്റെ കുട്ടികളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചെന്നുണ്ടെങ്കിൽ കാണാത്തവർ തിരിച്ച് നമ്മുടെ കഴിഞ്ഞ വീഡിയോ പോയി കാണാം. അങ്ങനെ നമ്മളിവിടെ ഒരു 3 ബേസിൻ സെറ്റാണ്. അപ്പോൾ ഇന്ന് അകത്തുനിന്ന് എടുത്തിട്ട് ഒരു ബേസിനും കൂടി ഇവിടെ, കാരണം മൊയിനയ്ക്ക് വെയിൽ അടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മൊയിനയ്ക്ക് വെയിലടിക്കാൻ പാകത്തിന് ഇവിടെയാണ് വെയിലടിക്കുക. അപ്പോൾ അവിടെ സെറ്റ് ചെയ്യണം മൊയിനയ്ക്കുള്ള ബേസൺ. പിന്നെ ഇത് 3 ഇവിടെ. പിന്നെ നമ്മളെ ബ്രോഡർ സെറ്റാക്കിയിട്ടുണ്ട് ഇന്നലെ. പിന്നെ കോഴിക്കുട്ടിക്ക് നമ്മളെ കോഴിക്കുട്ടിൻ്റെ അതിൻ്റെ അപ്ഡേഷൻ നമ്മൾ വഴിയെ പറഞ്ഞുതരാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിലാണ് ബാക്കി. ഇവിടെ ഒരു 3 ബേസും വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളെന്താണ് എന്തോ ബ്ലൂ ഗപ്പിയാണ്, അത് ഞാൻ പേര് ശരിക്കും പഠിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഗപ്പീസ് ഉണ്ട്. പിന്നെ ഇതിൽ നമ്മളെ ഇതുണ്ടല്ലേ, സാൻഡ ഗപ്പിയാണ് ഇതിലുള്ളത്. ഇതിൽ പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനം ബിഗ് ഇയർ, പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ഐറ്റാണ് ഇതിൽ കിടക്കുന്നത്. ഒരു 5 മെയിലും 5 ഫീമെയിലും ഉണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ നമ്മുടെ ലവ് ബേർഡ്സ് എഗ്ഗ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എഗ്ഗ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ മിനിയാതെ കൂട്ട് നമ്മളെ കോളനി ബ്രീഡിങ്ങിന് എടുത്തിട്ട് വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കോളനി ബ്രീഡിങ് ബോക്സിൽ പിന്നെ ഒരാളും കൂടി ഉണ്ട്. നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. ആളിതാ പുറത്ത് തലയിട്ട് വെക്കുക, വീടിൻ്റെ ഒച്ച ഇട്ടിട്ട്. ഇവിടെ നോക്ക്. ആര് നോക്കാൻ? നമ്മളൊരു അവതരക്കുട്ടി ഇതാ. ഒരു ചാറ്റ് എടുക്ക്. ആളെ ദീപണ്ണ് ഒരു ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൈയിട്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ കോഴീൻ്റെ അടുത്തത്. നമ്മളെ ഫാമിൻ്റെ അടുത്ത 2ാം ഭാഗമാണ് ഞാനായിട്ട് ഉണ്ടാക്കിയതാട്ടോ ഈ ഇൻക്യുബേറ്ററൊക്കെ. ഞാനത് പിന്നെ വീഡിയോ ഇടണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇതിലെന്താ, നമ്മൾ 26 മുട്ട വെച്ചതിൽ 4 ആൾക്കാർ ഉള്ളിലായിട്ടുണ്ട്. ബാക്കിയും ആവട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അവരെ ഇൻക്യുബേറ്റർ ഞാൻ തുറന്ന് നോക്കാൻ പാടില്ല, ആയോ എന്ന് പറഞ്ഞിട്ട്. എന്നാന്ന് വേണ്ട അവിടെ നോട്ടെ പെണ്ണിനെ അത് കാണാനേ. പിന്നെ നമ്മളെ കോളനി ബ്രീഡിങ്ങിൽ ഇതാണ് നമ്മളെ കോളനി ആയിട്ട് ചെയ്യണത്. ഇത് നമ്മൾ ഇവരെ ഫ്രീ ആക്കി വിട്ടേക്കുക. ഇവരത് ഒരു സ്റ്റെപ്പ് ബ്രീഡിങ് കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും കുട്ടീനെയും പിടിച്ചിട്ട് ഇതിലേക്ക് ഇടും. അപ്പോൾ ഇവരെ പിടിച്ചിട്ട് നേരെ ഡയറക്റ്റ് ഇതിലേക്ക് ഇടും. അപ്പോൾ ഇവർ ബ്രീഡാവും. അപ്പോൾ ഇവരെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ അത് അപ്പോഴത്തേക്ക് മഴക്കാലം പിടിക്കും. പിന്നെ നമ്മളെന്താവും, ബ്രീഡ് ചെയ്യിപ്പിക്കില്ല. പിന്നെ നമ്മളൊരു തണുപ്പൊക്കെ കഴിഞ്ഞ് ഒരു വേനലൊക്കെ ആകുമ്പോൾ ഒരു ജനുവരി മാസം ഒക്കെ തണുപ്പാവില്ല, ആ ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ബ്രീഡിങ് വീണ്ടും തുടങ്ങുക. അതുവരെ നമ്മളിപ്പോൾ വീട് കാണുന്നവരെ ശ്രദ്ധിക്കുക. എനിക്കൊരു നല്ല ജോലിയുണ്ട്, ഞാൻ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ എനിക്ക് ആ പണിക്ക് പോകാൻ സാധിക്കുന്നില്ല. കാരണം എൻ്റെ ആകെ പെയിനൊക്കെ നാട്ടിൽ പോയി, കഴിഞ്ഞ ഫെബ്രുവരി നാട്ടിൽ പോയി പെയിനൊക്കെ വീണ്ടും കൂടി. അപ്പോൾ നമ്മുടെ സുൽത്താൻ ബത്തേരി ഇക്കറയിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ മാസം അഡ്മിറ്റായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് റിക്കവറായിട്ട് വന്നിട്ട് ഇപ്പോൾ 3 മാസം റെസ്റ്റ് പറഞ്ഞേക്കാണ്, പൂർണ്ണ റെസ്റ്റ് പറഞ്ഞേക്കുക. അപ്പോൾ എൻ്റെ മൈൻഡൊന്നും മാറണ്ട, എന്തെങ്കിലും ഇങ്ങനെ വെറുതെ ഓവർ തിങ്ങായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനൊരു ചെറിയ ഇടവേള കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഗപ്പീനെയും ഒക്കെ ആയിട്ട് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഊർജ്ജം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ, ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബും ഞങ്ങൾക്ക് വില മതിക്കുന്നതോളം അപ്പുറത്താണ്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേഷൻ പോലെ ഒന്നും പറഞ്ഞു. നമ്മുടെ കോഴിക്കുട്ടിൻ്റെ വീഡിയോൻ്റെ ഒക്കെ അപ്ഡേഷൻ നമുക്ക് നാളത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ഫാമിംഗ് രീതി. ഇവിടെ നിന്ന് ഒരു പൈസം വരും, താഴെ വേണമെങ്കിൽ ഇവിടെ ഒരു പൈസ വരുള്ളൂ, അവിടെ പിന്നെ നമ്മളെ മൊയിന കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പൈസ വെക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ലവ് ബേഴ്സിൻ്റെ മുട്ടയൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ നമ്മളെ മച്ചാമരം എന്താക്കണം, പെണ്ണെന്താക്കണം അത്. അപ്പോൾ നമ്മളെ ചാനൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ. കുട്ടി ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്. ആ